കപ്പയുടെ കൂടെ എല്ല്. അപ്പം നമുക്കിന്ന് എല്ലും കപ്പയും. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എന്താ ഈ നാടകം കളിക്കുന്നതെന്നല്ലേ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇന്നൊരു പുതിയ പരിപാടിയല്ല, നമ്മൾ ചെയ്യാത്തൊരു പരിപാടി ചെയ്യാമെന്ന് കരുതി. കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ ഞാൻ ടേസ്റ്റും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലും കപ്പയും. അപ്പോൾ ഇന്ന് ബീഫ് വാങ്ങിക്കാൻ കയറിയപ്പം അവിടെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എല്ലും കപ്പയും നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 100 രൂപയ്ക്ക് എല്ല് വാങ്ങിച്ചതാണ്. കപ്പയുമായിട്ട് കഴിക്കാം, കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ആ ബീഫ് നല്ലതുപോലെ കഴുകി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് നമ്മൾ വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ട് കപ്പ പൊളിക്കാമെന്ന് കരുതി. അപ്പോൾ കപ്പ പൊളിച്ചെടുക്കുമ്പോഴത്തേക്കും ബീഫ് റെഡിയാകുമല്ലോ. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ വൈകുന്നേരമാണ്, ഇപ്പം ഒരു 6 മണിയായിട്ടില്ല. അപ്പോൾ ആ സമയം ഉപ്പൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കുന്നു കുക്കറിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കപ്പ പൊളിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്തായാലും സമാധാനത്തിൽ കപ്പ പൊളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ബീഫ് റെഡിയായി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ കുക്കറിൽ നല്ലപോലെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് വിസിൽ വരാനായിട്ട് വെക്കുന്നു. അപ്പം കപ്പ എടുത്തുകൊണ്ട് നമുക്ക് പുറത്ത് പോയിരുന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട് ആറ്റുതീരത്താണ്. അപ്പം നമ്മൾ പുറത്ത് പോയിരുന്ന് ഞാൻ എന്തെങ്കിലും ഉള്ളി പൊളിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പുറത്ത് പോയിട്ടാണ് ഞാനത് ചെയ്യാറുള്ളൂ. കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം കണ്ടോ നല്ല മഴയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കോപ്ര കുത്തൊക്കെ കാണിച്ചിട്ടുള്ളൊരു ഷോർട്സൊക്കെ ഉണ്ടായിരുന്നു മഴ ഒരു അതിൻ്റെ നെയ്യ് ഇളകി വരുന്നു. അപ്പം നമ്മുടെ ബീഫൊക്കെ എല്ല് നല്ലതുപോലെ വെന്തിട്ട് അതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചത് കപ്പയും വെന്ത് ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ അതിലോട്ട് 2 മുട്ട നടുക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് കുറച്ച് നേരം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാനായിട്ട് ആണ്. അപ്പം മുട്ട ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനിങ്ങനെ വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാനിങ്ങനെ നല്ലതുപോലെ മുട്ട മിക്സ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബീഫ് അതായത് എല്ലുമായിട്ടൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ വെന്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കണ്ടോ അതിങ്ങനെയായി. പക്ഷേ ഞാൻ കരുതിയ പോലെ അല്ല കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു സംഭവം. കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് ബീഫ് കൂട്ടാൻ പറ്റാത്തത് കൊണ്ട്, അപ്പോൾ കുഴച്ച് കഴിഞ്ഞിട്ട് പറ്റാത്തത് കൊണ്ട് നമ്മൾ കപ്പ വെന്തപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവ് കുറവായതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് കപ്പ കൂടെ തട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പം ഈ കക്കായിറച്ചിയും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ഞാൻ വെന്തപ്പോൾ ടേസ്റ്റ് നോക്കുകയാണ് കൊള്ളാമോ എന്ന് കരുതി. പക്ഷേ നല്ല സംഭവമായിരുന്നു, കൊള്ളായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി എല്ലും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് അറിയാത്തവരാരും ഉണ്ടായിരിക്കില്ല ചിലപ്പം, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയും സവളയൊക്കെ ഇട്ട് അത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അലങ്കാരത്തിന് 2 കറിവേപ്പിലയും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.